എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല. കഠിനമായി ശ്രമിച്ചിട്ടും ഫലം കാണാതെ വരുമ്പോൾ, മറ്റുള്ളവരുടെ വളർച്ച കാണുമ്പോൾ നമ്മൾ മാത്രം ഒരിടത്ത് തന്നെ ഒതുങ്ങിപ്പോയെന്ന് തോന്നുമ്പോൾ ഉള്ളിൽ ഒരു തരം ശൂന്യതയും നിരാശയും വന്നു നിറയാറുണ്ട്. ഇനി ശ്രമിച്ചിട്ട് എന്തു കാര്യം, എന്നെക്കൊണ്ട് ഇതിനൊക്കെ സാധിക്കുമോ എന്ന ചോദ്യം മനസ്സിനെ ശ്വാസം മുട്ടിക്കും. പക്ഷേ ഒരു നിമിഷം ശാന്തമായി ആലോചിച്ചു നോക്കൂ. ഈ ലോകത്ത് നമ്മൾ കാണുന്ന വിജയങ്ങളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടായതാണോ? നമ്മൾ കാണുന്നത് മനോഹരമായി പൂത്തെളിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മരത്തെയാണ്. എന്നാൽ അതിനു പിന്നിൽ ആരും കാണാതെ മണ്ണടിഞ്ഞ് വേരുകളാഴ്ത്തി കൊടുങ്കാറ്റിനെയും വെയിലിനെയും അതിജീവിച്ച വലിയൊരു പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. ആ മരം പെട്ടെന്നൊരു ദിവസം മണ്ണിൽ നിന്നും മുളച്ചു പൊന്തിയതല്ല. അതിൻ്റേതായ സമയമെടുത്ത് ഘട്ടം ഘട്ടമായാണ് അത് വളർന്നത്. നിങ്ങളുടെ ജീവിതവും അതുപോലെയാണ്. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികളും പരാജയങ്ങളും നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നാളെ വരാനിരിക്കുന്ന വലിയൊരു വിജയത്തിന് നിങ്ങളെ പ്രാപ്തനാക്കാൻ വേണ്ടിയുള്ള വേരുകളാഴ്ത്തലാണ്. വിജയം എന്നത് മറ്റുള്ളവരുമായുള്ള മത്സരമല്ല, അത് നിങ്ങളുമായി തന്നെ ഉള്ള മത്സരമാണ്. ഇന്നലത്തെ നിങ്ങളെക്കാൾ മികച്ച ഒരാളായി ഇന്നത്തെ നിങ്ങൾ മാറിയോ എന്ന് മാത്രം നോക്കുക. മറ്റുള്ളവരുടെ ടൈം ലൈൻ നോക്കി നിങ്ങളുടെ ജീവിതത്തെ അളക്കരുത്. ചിലർ 20-ാം വയസ്സിൽ വിജയം കണ്ടെത്തും, ചിലർ 40-ാം വയസ്സിൽ. അതിനർത്ഥം 40-ാം വയസ്സിൽ വിജയിച്ചയാൾ പരാജയപ്പെട്ടു എന്നല്ല. ഓരോരുത്തർക്കും പ്രകൃതി നിശ്ചയിച്ച ചില സമയമുണ്ട്. ആ സമയം വരുന്നത് വരെ നിങ്ങളുടെ അധ്വാനവും ആത്മാർത്ഥതയും കൈവിടാതിരിക്കുക. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ വഴി മാറിപ്പോകുകയല്ല വേണ്ടത്, മറിച്ച് ആ വഴിയിലൂടെ തടസ്സങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് പഠിക്കുകയാണ് വേണ്ടത്. വീഴുന്നത് ഒരു തെറ്റല്ല, വീണു കിടക്കുന്നത് തന്നെയാണ് തെറ്റ്. ഓരോ വീഴ്ചയും നിങ്ങൾക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. അടുത്ത തവണ കൂടുതൽ കരുത്തോടെ എങ്ങനെ എഴുന്നേൽക്കണം എന്ന പാഠം. തോറ്റുപോകുമ്പോൾ ലോകം നിങ്ങളെ പരിഹസിച്ചേക്കാം, സുഹൃത്തുക്കൾ കൈവിട്ടേക്കാം, ഒറ്റപ്പെടൽ അനുഭവിച്ചേക്കാം. എന്നാൽ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കായിരുന്ന ആ സമയത്താണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾ തിരിച്ചറിയുന്നത്. മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് നടന്നു പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വഴിയിൽ എത്ര കല്ലും മുള്ളും ഉണ്ടായാലും ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ചിന്തകൾ, അത് ഈ ലോകത്ത് മറ്റാർക്കുമില്ലാത്ത സവിശേഷതയാണ്. നിങ്ങളെപ്പോലെ മറ്റൊരാൾ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിജയവും സവിശേഷമായ ഒന്നായിരിക്കും. ആരും നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ ശബ്ദം പറയണം, എനിക്ക് സാധിക്കും, ഞാനിത് നേടിയെടുക്കും. ക്ഷമയോടെ കാത്തിരിക്കുക, കഠിനമായി അധ്വാനിക്കുക. മാറ്റങ്ങൾ പെട്ടെന്ന് ദൃശ്യമായില്ലെങ്കിലും നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. സ്വയം വിശ്വസിക്കുക, നിങ്ങളുടെ യാത്ര തുടരുക. വിജയം ദൂരെയല്ല. ആദ്യത്തെ ചുവടുകൾ എപ്പോഴും കഠിനമായിരിക്കും. നമ്മൾ വീണുപോയ ആ ആഴക്കടലിൽ നിന്ന് ആരും സഹായിക്കാനില്ലാതെ മുകളിലേക്ക് നോക്കുമ്പോൾ പ്രകാശം പോലുമില്ലാത്ത ഇരുട്ടായിരിക്കും ചുറ്റും. പക്ഷേ ഓർക്കുക, ഏറ്റവും കടുപ്പമേറിയ ഇരുട്ടാണ് പുതിയൊരു പുലരിയുടെ തുടക്കം. ആ പുലരി നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. നമുക്ക് അതിൻ്റെ ബാക്കിയിലേക്ക്, കൂടുതൽ ആഴങ്ങളിലേക്ക് നടക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ തോറ്റുപോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം നിശബ്ദമാകും. നമ്മളെ സ്നേഹിച്ചവർ പോലും ദൂരേക്ക് മാറി നിൽക്കും. അപ്പോൾ തോന്നും നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന്. എന്നാൽ സത്യം അതല്ല. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വലിഞ്ഞുമുറുകളില്ലേ, മനസ്സിനെ ശ്വാസം മുട്ടിക്കുന്ന ഈ വേദന, അത് ഒരു അമ്പുവില്ലിൽ നിന്ന് കുതിച്ചുയരാൻ വേണ്ടി പിന്നോട്ട് വലിയുന്നത് പോലെയാണ്. എത്രത്തോളം ആഴത്തിലേക്ക് നിങ്ങൾ വലിക്കപ്പെടുന്നുവോ അത്രത്തോളം വേഗതയിലും ശക്തിയിലും നിങ്ങൾ മുന്നോട്ട് കുതിച്ചുയരും. നമ്മുടെ ഉള്ളിലെ കനലിനെ കെടുത്താൻ ഈ ലോകത്തിലെ ഒരു കൊടുങ്കാറ്റിനും കഴിയില്ല. നമ്മൾ സ്വയം മനസ്സ് വയ്ക്കാതെ. ചുറ്റുമുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നത് അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ്. നിങ്ങളുടെ ഉള്ളിലെ കഴിവും നിങ്ങൾ സഹിച്ച വേദനകളും ഉറക്കമില്ലാത്ത രാത്രികളും അവർക്കറിയില്ല. അതുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കരുത്. നിങ്ങളുടെ ജീവിതം ഒരു പുസ്തകമാണെങ്കിൽ അതിൻ്റെ ഒടുവിലത്തെ അധ്യായം പരാജയത്തിൻ്റേതാകാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒരു വീഴ്ചയിൽ ആ കഥ അവസാനിക്കുന്നില്ല,
അവിടെ നിന്നാണ് ആ കഥയുടെ ഏറ്റവും ത്രില്ലിംഗ് ആയ ഭാഗം ആരംഭിക്കുന്നത്. നിങ്ങൾ തകർന്നുപോയ അതേ വേദിയിൽ നിങ്ങളെ നോക്കി കൈകൊട്ടി ചിരിക്കുന്നവരുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന നിങ്ങളെ സങ്കൽപ്പിച്ചു നോക്കൂ. ആ ഒരു നിമിഷത്തിനായിരിക്കണം ഇനി നിങ്ങളുടെ ഓരോ ശ്വാസവും. വിജയം എപ്പോഴും ഒച്ചപ്പാടുണ്ടാക്കണമെന്നില്ല. നിങ്ങളുടെ നിശബ്ദമായ അധ്വാനമാണ് ഏറ്റവും വലിയ ആയുധം. ആളുകൾ നിങ്ങളെ കളിയാക്കുമ്പോൾ തിരിച്ചു വാദിക്കാൻ നിൽക്കരുത്. പകരം നിങ്ങളുടെ വളർച്ച കൊണ്ട് അവർക്ക് മറുപടി നൽകുക. ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷേ ഈ ഒറ്റപ്പെടലാണ് നിങ്ങളെ സ്വയം തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഇന്ന് കയ്യിൽ ഒന്നുമില്ലായിരിക്കാം. പൂജ്യത്തിൽ നിന്ന് തുടങ്ങുന്നവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നേടിയെടുക്കാൻ ഒരു ലോകം മുഴുവനുമുണ്ട്. ശബ്ദം മാറാം, വഴി മാറാം, ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം. അത് തോൽവിയല്ല, മറിച്ച് തന്ത്രപരമായ പിന്മാറ്റമാണ്. അടുത്ത തവണ കൂടുതൽ കൃത്യതയോടെ ആഞ്ഞടിക്കാൻ വേണ്ടിയുള്ള തന്ത്രം. നിങ്ങൾ ഇവിടെ വരെ എത്തിയത് വെറുതെയല്ല. ഇതിനു മുമ്പും നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടില്ലേ? അപ്പോഴൊക്കെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കരുതിയതല്ലേ? എന്നിട്ടും നിങ്ങൾ ഇന്ന് ഇവിടെ വരെ എത്തിയില്ലേ? ആ പ്രതിസന്ധികളെ ഒക്കെ അതിജീവിച്ച ആ പഴയ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ കരുത്ത് ഒന്ന് പുറത്തെടുക്കൂ. വേദനകൾ താൽക്കാലികമാണ്. അത് ചിലപ്പോൾ ഒരു മിനിറ്റ് നീണ്ടു നിന്നേക്കാം, അല്ലെങ്കിൽ ഒരു മണിക്കൂർ, അല്ലെങ്കിൽ ഒരു വർഷം. ഒടുവിൽ അത് മാറിപ്പോകുക തന്നെ ചെയ്യും. പകരം മറ്റൊന്ന് അവിടെ വരും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കളം ഒഴിഞ്ഞാൽ ആ തോൽവി ശാശ്വതമായിരിക്കും. നിങ്ങൾ വീണ മണ്ണിൽ നിന്ന് തന്നെ എഴുന്നേൽക്കണം. അവിടെ നിന്ന് വേണം നിങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്താൻ. കാരണം തകർന്നടിഞ്ഞ കോട്ടകളിൽ നിന്നാണ് ഏറ്റവും ശക്തമായ രാജാക്കന്മാർ ജന്മമെടുത്തിട്ടുള്ളത്. ഇന്ന് ഈ നിമിഷം മുതൽ നെഞ്ചു വിരിച്ച് കണ്ണുകളിലെ ഭയം മാറ്റി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നോക്കൂ. നിങ്ങളുടെ ഉള്ളിലെ പ്രതിഭയെ ഉണർത്തൂ. ഈ ലോകം നിങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ആഴം ഇനിയും തീർന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. കാരണം നിങ്ങളുടെ ഉള്ളിലെ ആ പോരാളി ഇനിയും തൃപ്തനായിട്ടില്ല. തോറ്റുകൊടുക്കാൻ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് നിങ്ങൾ ഇനിയും ആ പ്രകാശത്തിനായി ദാഹിക്കുന്നത്. നമുക്ക് നിങ്ങളുടെ ആത്മാവിൻ്റെ ഏറ്റവും ആഴമുള്ള തന്ത്രങ്ങളിൽ തൊട്ട് സംസാരിക്കാം. ചില രാത്രികളിൽ മുറിക്കുള്ളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണീരുണ്ടല്ലോ, അതിന് വലിയൊരു വിലയുണ്ട്. അത് നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന നിരാശകൾ പുറത്തുപോയി മനസ്സ് ശുദ്ധമാകുന്നതാണ്. പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, എല്ലാം മറക്കൂ, പുതിയൊരു തുടക്കം കുറിക്കൂ എന്ന്. എന്നാൽ ഞാൻ പറയുന്നു, ഒന്നും മറക്കണ്ട. നിങ്ങളെ വേദനിപ്പിച്ച വാക്കുകൾ, നിങ്ങളെ മാറ്റി നിർത്തിയവരുടെ മുഖങ്ങൾ, നിങ്ങൾ അർഹിച്ച അംഗീകാരം മറ്റാരോ തട്ടിയെടുത്ത ആ നിമിഷങ്ങൾ, നിന്നെക്കൊണ്ട് ഇതിനകം ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കഴിവുകളെ കൊച്ചാക്കിയവരുടെ ആ പരിഹാസച്ചിരി, ഇതിലൊന്നും മറക്കരുത്. അവയെല്ലാം നിങ്ങളുടെ ഉള്ളിലെ അഗ്നിപർവ്വതത്തിനുള്ളിലെ ഇന്ധനമാക്കി മാറ്റുക. അവർ തള്ളിക്കളഞ്ഞത് ഒരു കൽക്കഷണത്തെയാണെന്ന് അവർ കരുതി കാണും. എന്നാൽ കഠിനമായ സമ്മർദ്ദങ്ങൾക്കും ചൂടിനും വിധേയമാകുമ്പോഴാണ് കൽക്കരി വജ്രമായി മാറുന്നത് എന്ന് അവർക്കറിയില്ല. ആ വജ്രമായി മാറാനുള്ള പ്രക്രിയയാണ് നിങ്ങളിപ്പോൾ. പരിഹാസങ്ങളെ പ്രാർത്ഥനകളാക്കുക. നിങ്ങളെ ആളുകൾ തളർത്താൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, അവർ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ അവർ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ശബ്ദം മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാൻ, നിങ്ങളുടെ സർഗാത്മകത മണ്ണടിഞ്ഞു പോകാൻ ഈ ലോകം പല തന്ത്രങ്ങളും പണിയും. നിങ്ങൾ പല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുമ്പോഴും പലരും പലപ്പോഴും ഈ വാക്കുകൾ പറയും, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ആ വാക്കുകൾ കേട്ട് തല താഴ്ത്തരുത്. പകരം നിങ്ങളുടെ ഉള്ളിൽ ഒരു വാശി ജനിക്കണം. എന്നെക്കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഇതേ കൈകൾ കൊണ്ട് ഞാൻ വിജയം കൊയ്യും എന്ന വാശി. നിങ്ങളുടെ തനതായ വഴി. മറ്റുള്ളവരുടെ പാതകൾ എളുപ്പമുള്ളതായി തോന്നാം, കാരണം അത് പലരും നടന്നു തെളിഞ്ഞ വഴിയാണ്. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സ്വന്തം കാലപ്പ് പതിപ്പിക്കേണ്ട ഒരു പുതിയ വഴിയാണ്. അതിൽ തടസ്സങ്ങൾ സ്വാഭാവികമാണ്.
അത് നിങ്ങളുടെ ശബ്ദം, അത് മറ്റാരുടെയുമല്ല. നിങ്ങളുടെ ചിന്തകൾ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് മാത്രം തന്നിട്ടുള്ളതാണ്. അതിന് മറ്റാരുടേതുമായി താരതമ്യം ചെയ്ത് അപകർഷതാബോധം തോന്നരുത്. പരീക്ഷണങ്ങൾ പരാജയമല്ല. ഒരു വഴി അടയുമ്പോൾ പ്രകൃതി മറ്റൊന്ന് തുറന്നു തരും. പഴയ രീതിയിൽ മാറ്റി സ്വന്തം ശബ്ദത്തിൽ സ്വന്തം ശൈലിയിൽ നിങ്ങൾ പോരാടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്കൊപ്പം നിൽക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കുട്ടിക്കാലത്ത് നിങ്ങൾ കണ്ടിരുന്ന സ്വപ്നങ്ങൾ? ലോകം കീഴടക്കുമെന്നും വലിയ ആളാകണമെന്നും വിചാരിച്ചിരുന്ന ആ കുട്ടി ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ കുട്ടിയെ ഓർത്തില്ലെങ്കിലും നിങ്ങൾ തോറ്റുകൊടുക്കരുത്. ജീവിതം നിങ്ങളുടെ മുഖത്തടിക്കുമ്പോൾ തിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, ഇത്രയുള്ളൂ, എനിക്ക് ഇതിലും വലിയ അടികൾ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇനിയും എഴുന്നേൽക്കും. ചെളിയിൽ കിടക്കുന്ന താമരപ്പൂവ് ചെളിയുടെ ആഴത്തിനെക്കുറിച്ചല്ല ആലോചിക്കുന്നത്. സൂര്യനെ നോക്കി എങ്ങനെ വിരിയണമെന്നാണ് ആലോചിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കാം, അല്ലായിരിക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസികമായ ഒറ്റപ്പെടൽ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഇവയെല്ലാം നിങ്ങളെ തളർത്തുന്നുണ്ടാകാം. പക്ഷേ ഓർക്കുക, ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ അത് മണ്ണിനടിയിൽ കിടന്ന് ഇരുട്ടിൽ തനിയെ ഉരുകിത്തീരണം. ആ ഉരുകലിലാണ് ഒരു വലിയ വൃക്ഷത്തിൻ്റെ ജനനം. നിങ്ങൾ ഇപ്പോൾ ആ ഇരുട്ടിലാണ്, പക്ഷേ അത് നിങ്ങളെ മൂടാനുള്ള ഇരുട്ടല്ല, നിങ്ങളെ മുളപ്പിക്കാനുള്ള മണ്ണാണ്. നെഞ്ചിൽ കൈവച്ച് സ്വയം പറയുക, എൻ്റെ കഥ ഇനിയും തീർന്നിട്ടില്ല. ഇത് എൻ്റെ തിരിച്ചുവരവിൻ്റെ തുടക്കമാണ്. ആത്മവിശ്വാസത്തോടെ, ഇരട്ടി ശക്തിയോടെ മുന്നോട്ട് ചുവടുവെക്കൂ. വിജയം നിങ്ങളുടെ കാൽക്കൽ എത്തുന്ന ആ ദിവസം ദൂരെയല്ല. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.